ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് തിയറം 4.4.1 ആയിരുന്നു. അതിലൊരു ഫോർമുല ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരുന്നത്? എൽ ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്? -1 ഓൾ റേസ് ടു എൻ ഡി റേസ് ടു എൻ ഡി എസ് റേസ് ടു എൻ എഫ് ഓഫ് എസ്. ഓക്കെ, സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് എൽ ഓഫ് ടി സൈൻ കെ ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടി സൈൻ കെ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, നമ്മുടെ ഫോർമുല എങ്ങനെയായിരുന്നു? എൽ ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി ഈക്വൽ ടു -1 റേസ് ടു എൻ ഡി എസ് റേസ് ടു എൻ എൽ ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, അത് നമുക്ക് എങ്ങനെയും പറയാം. -1 ഓൾ റേസ് ടു എൻ ഡി റേസ് ടു എൻ ഡി എസ് റേസ് ടു എൻ എഫ് ഓഫ് എസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ ടിയുടെ പവർ എന്തായിട്ടാണ് എടുക്കുന്നത്? 1 ആയിട്ടാണ് എടുക്കുന്നത്. എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് ആരാണ് വരുന്നത്? സൈൻ കെ ടി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? ഇക്വേഷനിൽ ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് അറിയണമായിരുന്നു. അതുപോലെ ഈ എൽ ഓഫ് എഫ് ഓഫ് ടി എന്താണെന്ന് അറിയണം. ഓക്കെ, അതായത് എഫ് ഓഫ് എസ്. ഇവിടെ എഫ് ഓഫ് ടി സൈൻ കെ ടി ആണെങ്കിൽ എൽ ഓഫ് സൈൻ കെ ടി എന്താണ്? കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, n1 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? അതിൻ്റെ ഫോർമുല n1 ആവുമ്പോൾ ഫോർമുല എങ്ങനെ വരും? എൽ ഓഫ് ടി സൈൻ കെ ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫോർമുല വരാൻ പോകുന്നത്? -1. ഈ ഇക്വേഷൻ നോക്കുക, ഇതിലെന്ത് വരും? -1 ഓൾ റേസ് ടു എൻ ഡി ബൈ ഡി എസ് ഓഫ് എഫ് ഓഫ് എസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല ആയിട്ട് വരുന്നത്. എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളാണ് ആരെന്ന് പറയുന്നത്? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എസ് ആരാണ്? ഇയാളാണ് എഫ് ഓഫ് എസ് അല്ലേ? എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് ആരെന്ന് പറയുന്നത്? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് ടി ഇവിടെ സൈൻ കെ ടി ആണ്. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? എൽ ഓഫ് സൈൻ കെ ടി എന്ന് വരും. അതെന്ന് പറയുന്നത് എന്താണ്? കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ്. അയാളാണ് ആരെന്ന് പറയുന്നത്? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എഫ് ഓഫ് എസ് എന്താണെന്ന് കിട്ടി. ആ എഫ് ഓഫ് എസിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ് നമുക്കിവിടെ എടുക്കേണ്ടത് അല്ലേ? ഇക്വേഷൻ എന്താണ്? -d ബൈ ഡി എസ് ഓഫ് കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. കെ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഞാൻ കെനെ ഔട്ട് സൈഡ് എടുക്കുന്നു. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1 ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ, 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -1 ബൈ എക്സ് സ്ക്വയർ ആണ്. 1 ബൈ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരാം? -1 ബൈ എ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ കോയഫിഷ്യൻ്റ് കൂടെ നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ നോക്കാം 1 ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1 ബൈ നമ്മുടെ ഇക്വേഷൻ പ്രകാരം -1 ബൈ എക്സ് സ്ക്വയർ ആണ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തൂടെ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ആണ്. സോ നമ്മളത് എന്ത് എഴുതും? -1 ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഓൾ സ്ക്വയർ ഇൻറ്റു എന്തും കൂടെ ചെയ്യണം നമ്മൾ? എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവും കൂടെ അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എസ് വെച്ചിട്ട്. കെ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോവും. എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2s ആണ്. ഓക്കെ, അതും കൂടെ നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യണു. സോ നമുക്ക് ആൻസർ എന്ത് വരും? 2sk ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സൈൻ കെ ടിയുടെ ഫോർമുല. ഇത് പഠിച്ചു വയ്ക്കാൻ നമുക്ക് ആവശ്യം വരും. ഇതറിഞ്ഞിരിക്കണം. ഇത് ജനറൽ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ടി സൈൻ കെ ടി. ആ കെ എന്ന് പറയുന്നത് ഏത് കോൺസ്റ്റൻറ്റ്, ഏത് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഫോർമുല അവിടെ യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തതൊരു നോട്ടാണ്. ടി റേസ് ടു എൻ എ റേസ് ടു എ ടി എന്ന് പറയുന്ന ഫോമിലുള്ള ഫങ്ഷൻസിനെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ഒന്ന് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം, 2 നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച ഫോർമുല. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം ഇങ്ങനെയാണ് പറയുന്നത്. എൽ ഓഫ് ഇ റേസ് ടു എ ടി എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? എഫ് ഓഫ് എസ് മൈനസ് എ. അതായത് ഈ ഫംഗ്ഷനിൽ ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്ന ആൾ.
ഓക്കെ, ഈ എഫ് ഓഫ് എസിൽ എസ്സിന് പകരം എന്ത് കൊടുത്താൽ മതി? എസ് മൈനസ് എ എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ ആ എസ് മൈനസ് എ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സോ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് എൽ ഓഫ് ടി ഇ റേസ് ടു 3t. ഓക്കെ, അപ്പോൾ ഈ രണ്ടാൾക്കാരെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എ എന്ന് പറയുന്നത് ആരാണ്? 3 ആണ്. എ എന്ന് പറയുന്നത് 3 ആണ്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ആരാണ്? ടി ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s² ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ആ 1/s² എസ്സിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എസ് മൈനസ് എ. ഇവിടെ എസ് മൈനസ് 3 വരും. ഓക്കെ, ആ എസ് മൈനസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറി പ്രകാരം പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ച തിയറം വെച്ച് എങ്ങനെയാണിത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. എൽ ഓഫ് ടി ഇ റേസ് ടു 3t. എന്താ പറഞ്ഞത്? ഇവിടെ ടിയുടെ പവർ 1 ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എൽ ഓഫ് ഇ റേസ് ടു 3t. എൽ ഓഫ് ഇ റേസ് ടു 3tയുടെ ലാപ്ലേസ്, അതായത് ഇ റേസ് ടു 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1/s മൈനസ് 3 ആണ്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ആണ്. സോ ഇനി എന്ത് ചെയ്യണം? ഈ 1/s മൈനസ് 3യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. 1/s മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എന്താണ്? 1/xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x² ആണ്. അപ്പോൾ 1/s മൈനസ് 3യുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1/s മൈനസ് 3 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ രണ്ട് നെഗറ്റീവും കൂടെ പോസിറ്റീവായി ആൻസർ എന്ത് വരും? 1/s മൈനസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം വെച്ചിട്ട് ടി റേസ് ടു ഇ റേസ് ടു 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. അല്ല, നിങ്ങൾക്ക് എക്സാമിന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു ഇ റേസ് ടു 3t കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അവിടെ സ്പെസിഫിക് ആയിട്ടൊരു മെത്തേഡ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് വെച്ച് ചെയ്യണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോൾവ് എക്സ് ഡബിൾ ഡാഷ് പ്ലസ് 16x ഈക്വൽ ടു കോസ് 4t എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 എക്സ് ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 1. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. അതാണ് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. എൽ ഓഫ് എഫ് nth ഡെറിവേറ്റീവ് ഓഫ് ടിയുടെ ഇക്വേഷൻ എന്താണ്? എസ് റേസ് ടു എൻ എഫ് ഓഫ് എസ് മൈനസ് എസ് റേസ് ടു എൻ മൈനസ് 1 എഫ് ഓഫ് 0 മൈനസ് എസ് റേസ് ടു എൻ മൈനസ് 2 എഫ് ഡാഷ് ഓഫ് 0 മൈനസ് എക്സിട്ര മൈനസ് എഫിൻ്റെ എൻ മൈനസ് 1 ഡെറിവേറ്റീവ് അറ്റ് ദ പോയിൻറ്റ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? രണ്ട് സൈഡിൽ നമ്മൾ ലാപ്ലേസ് അപ്ലൈ ചെയ്യണു. ലാപ്ലേസ് ലീനിയർ ആയതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ലാപ്ലേസിൻ്റെ ഉള്ളിൽ നിന്ന് കോൺസ്റ്റൻറ്റിനെയും ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ ടേമിൻ്റെയും ലാപ്ലേസ് ആണ് താഴെ എഴുതി വെച്ചിരിക്കുന്നത്. എൽ ഓഫ് എക്സ് ഡബിൾ ഡാഷ്. ഓക്കെ, അപ്പോൾ എക്സ് ഡബിൾ ഡാഷ് n ഈക്വൽ ടു 2 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ നോക്കിയേ. n ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഈ ഒരു ടേം വരും, ഈ ഒരു ടേം വരും, ഈ ഒരു ടേം വരും അല്ലേ? ഇത്രയൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ എഫ് ഓഫ് ടി അല്ല, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എക്സ് ഡബിൾ ഡാഷ് ഓഫ് ടി ആണ്. സോ എക്സ് ആയതുകൊണ്ട് ഞാനിവിടെ ഫംഗ്ഷനെ ക്യാപിറ്റൽ എക്സ് ഓഫ് എസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് ടി ആയപ്പോൾ എഫ് ഓഫ് എസ് ആയി, ഇവിടെ എക്സ് ഓഫ് ടി ആയപ്പോൾ ഞാൻ എക്സ് ഓഫ് എസ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? നമുക്കപ്പോൾ ഇവിടെ എന്താ പറയുക, ഈ 3 ടേംസിൽ ഫസ്റ്റിൽ n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എസ് സ്ക്വയർ എക്സ് ഓഫ് എസ് എന്ന് വരും. അടുത്ത് എന്ത് വരും? മൈനസ് എസ് റേസ് ടു 2 മൈനസ് 1 എന്ത് വരും? 1 വരും. അപ്പോൾ എസ് ഇൻറ്റു എക്സ് ഓഫ് 0. അടുത്ത് എന്ത് വരും? എസ് റേസ് ടു 0 എക്സ് ഡാഷ് ഓഫ് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്താ വരിക? എക്സ് ഓഫ് 0 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എന്താണ്? 0 ആണ്. അതുപോലെ എക്സ് ഡാഷ് ഓഫ് 0 എന്താണെന്ന് തന്നിട്ടുണ്ട്? 1 ആണ് തന്നിട്ടുണ്ട്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടും? എസ് സ്ക്വയർ ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ അടുത്തത് എന്താണ്?
എൽ ഓഫ് എക്സ് റേസ് ടു 16x ആണ്. ഓക്കെ, അപ്പോൾ 16 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ലാപ്ലേസിൻ്റെ അതൊരു പ്രോപ്പർട്ടിയാണ്. സോ കോൺസ്റ്റൻസിനൊക്കെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ 16 ലാപ്ലേസ് ഓഫ് എക്സ് അതെന്ത് വരും? എക്സ് ഓഫ് എസ് വരും. ഇനി എൽ ഓഫ് കോസ് 40 എന്താണ്? അത് നമുക്കറിയാം, ഫോർമുല അറിയാം. എന്താണ്? എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇനി എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഈ മൂന്നെണ്ണത്തിനും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് സ്ക്വയർ എക്സ് ഓഫ് എസ് മൈനസ് 1 പ്ലസ് 16 എക്സ് ഓഫ് എസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16. ഒന്ന് റീഅറേഞ്ച് ചെയ്യണോ? എക്സ് ഓഫ് എസിൻ്റെ ടേം മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തി ബാക്കി എല്ലാവരും റൈറ്റ് സൈഡിലോട്ടേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 ഓൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദെൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ടുള്ള എക്സ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ് ഓഫ് എസ് കിട്ടിയിട്ടുണ്ട്. അയാളിൽ നിന്ന് എക്സ് ഓഫ് ടീനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അയാളുടെ ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് എസ് എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് എന്ത് കിട്ടും? എൽ ഇൻവേഴ്സ് ഓഫ് എല്ലായിടത്തും ത്രൂ ഔട്ട് എൽ ഇൻവേഴ്സ് കൊടുക്കുക. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 ഓൾ സ്ക്വയർ. ഓക്കെ, സോ നമുക്കറിയാവുന്ന ഇക്വേഷനിലോട്ട് നമുക്കിതിനെ മാറ്റണം. ക്ലിയർ ആണല്ലോ? നമുക്കറിയാവുന്ന ഇക്വേഷനിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരിക്കലും വേരിയബിൾ ആയിട്ടുള്ള എസ് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണു ബൈ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നൊരു ഫോർമുല എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്കറിയാം മുകളിലൊരു കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ അല്ലേ? നമുക്കറിയാവുന്നൊരു ഫോർമുല എന്ന് പറയുന്നത് ഒന്ന് എന്താണ്? കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. ഈ ഫോർമാറ്റിലേക്ക് നമുക്ക് ഇയാളെ മാറ്റാം. ഓക്കെ, ഇവിടെ കെയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 4 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ ടേമിനെ ഒരു 4 കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഓട്ടോമാറ്റിക്കലി ചെയ്യണം? ഡിനോമിനേറ്ററിലും കൂടെ അത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതെന്തായി മാറും? നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് 1/4 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അതിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എന്താണ്? സൈൻ 1/4 സൈൻ 40 ആണ്. നമുക്കറിയാവുന്ന ആളിലേക്ക് നമ്മൾ മാറ്റി. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യരുത്. ആകെ കൂടെ കോൺസ്റ്റൻസ് വെച്ച് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ടേമിനെയാണ് നോക്കേണ്ടത്. അടുത്ത ടേമാണ് താഴെ നമുക്ക് വന്നിരിക്കുന്നത് എസ് സ്ക്വയർ പ്ലസ് 16 ഓൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന ഫോർമുലാസിലൊന്നും ഇതുപോലെ 2 ടേമിൻ്റെ സം വരുന്നു, അയാളുടെ സ്ക്വയർ വരുന്നു, അങ്ങനെയുള്ള ടേംസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെയാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച ആരെ യൂസ് ചെയ്യുന്നത്? ടി സൈൻ കെ ടിയുടെ ഫോർമുല യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞത് അത് കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട ഫോർമുലയാണെന്ന്. ഓക്കെ, താഴത്തെ ഭാഗം നമ്മുടെ ഈ ടേമിൽ ക്ലിയർ ആണ്. എന്താണ്? എസ് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥാനത്ത് അവിടെ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 16 ഓൾ സ്ക്വയർ. ഓക്കെ, 16 പകരം അപ്പോൾ കെ അവിടെ ആരായിട്ട് വരും? 4 ആയിട്ട് വരും. ന്യൂമറേറ്ററിൽ ഒരു എസ് ഉണ്ട്. ആര് മാത്രം അവിടെ ഇല്ലാത്തത്? 2 × 4 എന്ന് പറയുന്ന ഈ 2k എന്ന് പറയുന്ന ആൾ മാത്രമേ ഇല്ലാത്തതുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 2k ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണു. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണു. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? അയാളുടെ ലാപ്ലേസ് ഇൻവേഴ്സ് എന്ത് വരും? 1/8 ടി സൈൻ 40. ഓക്കെ, സോ ഇത്രയാണ് ഇവിടെ പറയാനുള്ള പ്രോബ്ലംസ്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോഴും നമുക്ക് ഇത് വെച്ചിട്ട് ഇതുപോലെ ഫോർമുലാസ് വെച്ചിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി പ്രോബ്ലംസ് എക്സസൈസിലുണ്ട്, ചെയ്ത് നോക്കാം. ഓക്കെ,
സോ ഈ മെത്തേഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഐഡിയാസ് പെട്ടെന്ന് വരും. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലാണ്, ഏതൊക്കെ കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പ്രോബ്ലംസ് ചെയ്താലാണ് നമുക്കത് തരാവുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സസൈസിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ചെയ്ത് നോക്കാം. ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.